ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. അൽനൂർ അപ്പോളജറ്റിക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന വിഷയം മുഹമ്മദിന് ഉണ്ടായ വെളിപ്പാട്. ഹിറാ ഗുഹയിൽ മുഹമ്മദിനെ പ്രത്യക്ഷപ്പെട്ടത് ആരാണ് വാസ്തവത്തിൽ മുഹമ്മദിനെ പ്രവാചകനാക്കിയത്? ഇസ്ലാമിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ആ വിഷയങ്ങളൊന്ന് നമുക്ക് ചിന്തിക്കാമെന്ന പകരം 3 അഭിപ്രായങ്ങൾ ഞാൻ ചിലരിൽ നിന്ന് കേൾക്കാനൊക്കെ കേട്ടിടയായി തീർന്നു. മുഹമ്മദിനെ പ്രത്യക്ഷപ്പെട്ടതായ ദൂതൻ. ഒരു കൂട്ടം മുസ്ലിങ്ങൾ പറയും മുഹമ്മദിനെ പ്രത്യക്ഷപ്പെട്ടത് ജിബ്രീൽ എന്ന മലക്കാണെന്ന് പറയുന്നു. മറ്റൊരു കൂട്ടർ പറയുന്നു അതെ, മുഹമ്മദിനെ പ്രത്യക്ഷപ്പെട്ടത് മലക്കല്ല, പിശാചാണെന്ന് പറയുന്നു. വേറൊരു കൂട്ടർ പറയും മുഹമ്മദിൻ്റെ തോന്നലാണ് എന്ന് പറയുന്നു. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് അല്പകാര്യങ്ങൾ നമുക്ക് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്കൊന്ന് ചിന്തിക്കുവാൻ, പഠിക്കുവാൻ അവസരം നമുക്ക് കണ്ടെത്താം. മുഹമ്മദ് ഹിറാ ഗുഹയിൽ. മുഹമ്മദ് തൻ്റെ മക്കളുടെ മരണശേഷം വളരെ നിരാശനായിരുന്നാണെന്ന് കാണാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. അന്നത്തെ കാലത്ത് അറബികളുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു ആചാരമാണ് ഒരു നിശ്ചിത സമയം വരെ ധ്യാനത്തിനിരിക്കുക എന്നുള്ളത്. എന്നാൽ പല അറബികളും അങ്ങനെ ചെയ്തു പോന്നിരുന്നു. ഈ ഏകാന്ത ധ്യാനത്തിന് തഹനൂസ് എന്നും തഹനൂഫ് എന്നുമാണ് വാസ്തവത്തിൽ അവരുടെ ഇടയിൽ അത് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പ്രകാരം മുഹമ്മദിൻ്റെ മക്കളുടെ മരണശേഷം മുഹമ്മദും ധ്യാനത്തിനായിട്ട് പോയി. മുഹമ്മദ് ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തത് ഹിറാ എന്ന ഒരു ഗുഹയിലാണ്. മുഹമ്മദ് ധ്യാനനിരതനായി ഇരുന്നപ്പോൾ ആരോ വന്ന് മുഹമ്മദിനോട് വായിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ആരാണെന്ന് ആ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ തൻ്റെ ഭാര്യ പറയുന്ന ചില ഹദീസുകൾ നമുക്കൊന്ന് നോക്കാം. എന്താണ് തൻ്റെ ഭാര്യ അതിനെക്കുറിച്ച് പറയുന്നത്? ആയിഷ നിവേദനം. ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ പെട്ടെന്ന് സത്യദിവ്യ സന്ദേശം നമുക്ക് ലഭിച്ചത്. അതായത് ദിവ്യ സന്ദേശവാഹകനായ മലക്ക് നബിയുടെ അടുക്കൽ വന്നു, വായിക്കുക എന്ന് പറഞ്ഞു. അവിടുന്ന് പ്രതിവചിച്ചു, എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. അവിടുന്ന് പറയുന്ന, അപ്പോൾ ആ മലക്ക് എന്നെ പിടിക്കുകയും ശക്തിയായി ആശ്ലേഷിച്ചു വിടുകയും ചെയ്തു. ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. പിന്നെ ആ മലക്ക് വായിക്കുക എന്ന് ആവർത്തിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ 2ാം പ്രാവശ്യം ആ മലക്ക് എന്നെ പിടിച്ച് ശക്തിയായി ആശ്ലേഷിച്ചു വിട്ടു. 3ാം പ്രാവശ്യം ആ മലക്ക് പിടിച്ച് ശക്തിയായിട്ട് ആശ്ലേഷിച്ചു വിട്ടു. 3 പ്രാവശ്യം ഈ മലക്ക് മുഹമ്മദിനെ ഞെക്കി മുഹമ്മദിനെ വായിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവദൂതനാണോ അതോ പിശാചിൻ്റെ ദൂതനാണോ എന്ന് നമ്മൾ തുറന്ന മനസ്സോടുകൂടെ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ദൂതൻ വരുന്നു, മുഹമ്മദിനോട് പറയുന്നു വായിക്കുക. ഈ വന്ന ദൂതൻ ഒരു സാമാന്യ മര്യാദ കാണിച്ചതായിട്ട് നമ്മളിവിടെ കാണുന്നില്ല. മനസ്സിലായോ? മര്യാദ കാണിച്ച വാസ്തവത്തിൽ ഇല്ല. താൻ ആരാണെന്ന് പരിചയപ്പെടുത്തിയോ? അതും ചെയ്തില്ല. തൻ്റെ ആഗമന ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞോ? അത് പറഞ്ഞില്ല. തന്നെ പരിചയപ്പെടുത്താതെ വായിക്കാൻ ആവശ്യപ്പെടുന്ന വാസ്തവം ശരിയാണോ? വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ 3 പ്രാവശ്യം ഞെക്കി വായിപ്പിക്കാനായിട്ട് ശ്രമിച്ചു, പരാജയപ്പെടുന്നു. അല്ലേ?
ആറാമതായിട്ട് വീണ്ടും ഞെക്കുന്നു, വീണ്ടും വായിക്കാൻ പറയുന്നു, വീണ്ടും ഞെക്കുന്നു, വീണ്ടും വായിക്കാൻ പറയുന്നു, വീണ്ടും ഞെക്കുന്നു, വീണ്ടും വായിക്കാൻ പറയുന്നു. ഇതെല്ലാം പറയുന്നത് അള്ളാഹുവിൻ്റെ നാമത്തിലാണ്. ബിസ്മില്ലാഹി എന്ന് പറയും. ഇക്രഹ് വായിക്കുക, ഇക്രഹ് ബിസ്മിൽ വായിക്കുക, അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കുക, ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അള്ളാഹുവിൻ്റെ നാമത്തിന് വാസ്തവത്തിൽ ശക്തിയുണ്ടോ? ഇക്രഹ് ബിസ്മി റബ്ബിക്കല്ലദീ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കാനായിട്ട് 3 പ്രാവശ്യം പറയുകയാണ്. 3 പ്രാവശ്യം മുഹമ്മദിനെ ഞെക്കി വായിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ട് പരാജയപ്പെടുന്ന ഒരു ദൂതനെയല്ലേ വാസ്തവത്തിൽ നമ്മളിവിടെ കാണുന്നത്? യേശുവിൻ്റെ നാമത്തിൽ ദുരാത്മാക്കൾ വിട്ടുപോകട്ടെ എന്ന് പറയുമ്പോൾ വിട്ടുപോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ എന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ രോഗികൾക്ക് സൗഖ്യം കിട്ടിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ പല പ്രാവശ്യം ഇവിടെ ഞെക്കുകയും വായിപ്പിക്കാൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവസാനം ദൈവദൂതൻ വായിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അതോടുകൂടെ മുഹമ്മദ് എന്ത് ചെയ്തു? പേടിച്ചോടുകയാണ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു സത്യം, അള്ളാഹുവിനുള്ള പരാജയം എന്തൊക്കെയാണ് ഇവിടെ? അള്ളാഹു സർവശക്തനാണ് ആയിരുന്നെങ്കിൽ, അള്ളാഹു ആണ് ഈ മലക്കിനെ അയച്ചിരുന്നെങ്കിൽ അള്ളാഹുവിന് ഇവിടെ പരാജയങ്ങൾ സംഭവിക്കുകയില്ലായിരുന്നു എന്നുള്ളതല്ലേ. മുഹമ്മദിന് വായിക്കാൻ അറിയില്ല എന്നുള്ള കാര്യം അള്ളാഹുവിന് വാസ്തവത്തിൽ അറിയത്തില്ലായിരുന്നു. ഇതിൽ നിന്ന് അതാണ് നമുക്ക് മനസ്സിലാക്കി. വീണ്ടും വീണ്ടും ഞെക്കി വായിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെടുന്ന ഒരു അള്ളാഹു, മുസ്ലിം സഹോദരങ്ങൾ പറയുകയാണ് ഇത് ജിബ്രീൽ എന്ന മലക്കാണ് മുഹമ്മദിൻ്റെ അടുത്ത് വന്നത് എന്നാണ് അവർ പറയുന്നത്. വാസ്തവത്തിൽ ശരിയാണോ? അത് ദൈവമാണ് ഈ മലക്കിനെ അയച്ചിരുന്നെങ്കിൽ വായിക്കുക എന്ന് പറയുമ്പോൾ തന്നെ മുഹമ്മദ് എന്ത് ചെയ്യണം? വായിക്കണമായിരുന്നല്ലേ. അതാണ് രണ്ടാമത്തെ ഇവിടെ പരാജയം. അള്ളാഹുവിന് എന്താണ്? അള്ളാഹു ഇവരെ കഴിയുന്നതും വായിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. വായിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അള്ളാഹു എന്ത് ചെയ്തു? പരാജയപ്പെടുക. 3 പ്രാവശ്യം ഞെക്കിയിട്ട് ഓരോ പ്രാവശ്യം ഞെക്കിയിട്ടും പറയുകയാണ് ഇക്രഹ് ബിസ്മി റബ്ബിക്കല്ലദീ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞെക്കുന്നത്. അള്ളാഹുവിന് പറ്റിയ പരാജയമാണ്. അള്ളാഹുവിന് മുഹമ്മദിനെ അറിയത്തില്ലായിരുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? ഞെക്കി വേദനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു, പരാജയപ്പെടുന്നു. അള്ളാഹു സർവശക്തനാണ്. വാസ്തവത്തിൽ അള്ളാഹു സർവശക്തനല്ല എന്നുള്ള ഒരൊറ്റ കാര്യം തന്നെ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുകയാണ്. അള്ളാഹു സർവജ്ഞാനിയല്ല, അള്ളാഹുവിൻ്റെ നാമത്തിന് ശക്തിയില്ല എന്നുള്ളത് ഈറാ ഗുഹയിൽ വെച്ച് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. മനസ്സിലായോ? വളരെ വ്യക്തമായിട്ട് പറയുകയാണത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ സാധാരണ ആരെങ്കിലും അറിയാത്ത ഒരാൾ നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുന്ന സ്വഭാവമുണ്ട്. സാമാന്യ ഒരു മര്യാദ എന്ന് പറയുന്നത് അതാണ് അല്ലേ. നമ്മളൊന്ന് പരിചയപ്പെടുത്തും. ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്നാണ് വന്നത്, ഞാൻ എന്തിനാണ് വന്നത്, വന്നതിൻ്റെ ആവശ്യം എന്താണ്, ഇന്ന ആളാണ് എന്നെ പറഞ്ഞയച്ചത്, ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തും. ഇവിടെ അങ്ങനെ മുഹമ്മദിനെ സംഭവിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഭാഗത്ത് അത് നമ്മൾ സാധാരണ ഒരു സാമാന്യ മര്യാദയല്ലേ വാസ്തവത്തിൽ ഒന്ന് പരിചയപ്പെടുത്തുക എന്നൊക്കെ ഉള്ളത് അല്ലേ. ഏതോ അറിയാത്ത ഒരു വ്യക്തി വരിക, അദ്ദേഹത്തെ പിടിച്ച് വേദനിപ്പിക്കുക, വായിപ്പിക്കാൻ ശ്രമിക്കുക, പരാജയപ്പെടുക, അസഹ്യമായ വേദന കൊണ്ട് പൊളഞ്ഞ് അവസ്ഥയിലാകുക, ഇന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്തുകൊണ്ടാണ് പരിചയപ്പെടുത്താതിരുന്നത്? ജിബ്രീൽ എന്ന മലക്കാണെങ്കിൽ പരാജയം ഉണ്ടാകുമോ? ഞെക്കേണ്ടതായ ആവശ്യമുണ്ടോ? അള്ളാഹു സർവശക്തനാണ്, ഇങ്ങനെയൊക്കെ ഉള്ളതായ ഒരു നാടകം ഈറാ ഗുഹയിൽ നടത്തേണ്ടതായ വലിയ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. വിശുദ്ധ ബൈബിള് നമ്മൾ വായിക്കുമ്പോൾ പലയിടങ്ങളിലും പല വ്യക്തികൾക്കും
ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായോ? യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ച് പിതാവായ സക്രിയാവിനോട് ഗബ്രിയേൽ ദൂതൻ സംസാരിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1:19. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിപ്പാനും ഈ സദവർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. മറിയ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഗബ്രിയേൽ ദൂതൻ സംസാരിക്കുക. 1:26 മുതൽ 26 മാസത്തിൽ ദൂതനെ നസ്രയത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ ഗൃഹത്തിൽ യോസേഫ് എന്ന പുരുഷൻ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യയുടെ അടുക്കലേക്ക് അയച്ചു. ആ കന്യയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതന്റെ പ്രത്യക്ഷതകളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പരിചയപ്പെടുത്തുകയാണ് ആദ്യം. മനസ്സിലായോ? ഇവർ രണ്ടുപേരും വലിയ ഓടിയും. മുഹമ്മദ് ഭയപ്പെടുകയാണ്. ഇവിടെ പറയുന്ന അദ്ദേഹത്തിൻ്റെ കഴുത്തിലെ പേശികൾ ഭയം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? വാസ്തവത്തിൽ ഖദീജയുടെ അരികിൽ ചെന്ന് എനിക്ക് പുതച്ചു തരൂ എന്ന് പറയുകയും ചെയ്തു. അതനുസരിച്ച് ആ ഭയം നിശേഷം തീരുന്നത് വരെ ഖദീജ നബിക്ക് പുതച്ചു കൊടുത്തു. അനന്തരം നബി പറഞ്ഞു, ഖദീജ, എനിക്ക് എന്താണ് പറ്റിയത്? തുടർന്ന് അദ്ദേഹം തനിക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഖദീജയെ അറിയിക്കുകയും തനിക്ക് വല്ല ആപത്തും സംഭവിക്കാനായിട്ട് പോവുകയാണോ എന്ന് ആശങ്കപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഹദീസിൽ അതാണ് പറയുന്നത്. സഹീൽ ബുഖാരി വാള്യം 9 പേജ് നമ്പർ 87 ഹദീസ് നമ്പർ 111 വളരെ വ്യക്തമായിട്ട് ആ സംഭവങ്ങൾ പറയാം. മനസ്സിലായോ? ഭയപ്പെടാനുള്ള കാരണം എന്താണ്? അത് ദൈവദൂതനാണെങ്കിൽ ഭയത്തിൻ്റെ ആവശ്യമില്ല. സക്രിയ പ്രവാചകന് ഭയപ്പെട്ട് ഓടിയില്ല. മനസ്സിലായോ? പുതച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. ദൈവദൂതൻ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. അവൾ പേടിച്ച് ഓടിയില്ല, പനി പിടിച്ചില്ല. എന്തുകൊണ്ട് മുഹമ്മദിന് അങ്ങനെ സംഭവിച്ചു? മുഹമ്മദിന് പ്രത്യക്ഷപ്പെട്ടത് ആരാണ്? വാസ്തവത്തിൽ ദൈവദൂതനല്ല എന്നുള്ളതിൻ്റെ ഉറപ്പാണ് മുഹമ്മദിനുണ്ടായ അനുഭവം എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്തത് എന്ത് ചെയ്തു? ക്രൈസ്തവ പുരോഹിതന്റെ അടുത്തേക്ക് മുഹമ്മദിനെ കൊണ്ടുപോയതാണ് ഹദീസ് പറയുന്ന മറ്റൊരു കാര്യം. മുഹമ്മദ് പറയും, എൻ്റെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ? തൻ്റെ ഭാര്യ ഒരു ക്രൈസ്തവ പുരോഹിതന്റെ അടുക്കിലേക്ക് മുഹമ്മദിനെ കൊണ്ടുപോകുകയാണ്. ഇതൊരു പ്രസ്താവന വാസ്തവത്തിൽ ശരിയാണെന്നൊന്നും അറിയില്ല. അദ്ദേഹം പറഞ്ഞ ബർക്കത്ത് ബിൻ നൗഫൽ എന്ന് പറഞ്ഞ ഒരു പുരോഹിതന്റെ അടുത്തേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ ഒരു ദൂതനാണ് മുഹമ്മദിനെ പ്രത്യക്ഷപ്പെട്ടതെന്നാണ്. വാസ്തവത്തിൽ മുഹമ്മദിന് പ്രത്യക്ഷപ്പെട്ട ദൂതനാണോ വാസ്തവത്തിൽ? അതറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പുറപ്പാട് പുസ്തകം 3-4 അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ഈ പുരോഹിതൻ പറഞ്ഞു എന്ന് പറയുന്ന അവകാശവാദങ്ങൾ വാസ്തവത്തിൽ തെറ്റാണ്. മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ അല്ല മുഹമ്മദിന് പ്രത്യക്ഷപ്പെട്ടത്. ബുഖാരി 1:3 CN അഹമ്മദ് മൗലവിയുടെ ബുഖാരി നമ്മളെടുത്ത് വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടാണ്. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പുറപ്പാട് പുസ്തകം 3-4 അധ്യായങ്ങൾ വായിക്കുമ്പോൾ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതായ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മോശ പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണ്? മുഹമ്മദിന് പ്രത്യക്ഷപ്പെട്ടതുപോലെയാണോ വാസ്തവത്തിൽ പ്രത്യക്ഷപ്പെട്ടത്? അല്ല. ഒന്ന്, മോശയുടെ പേര് ചൊല്ലി വിളിക്കുക. മോശ വരുന്നത് യഹോവയായ ദൈവം കണ്ടു. മോശേ മോശേ എന്ന് ദൈവം മോശയെ വിളിക്കുകയാണ്. രണ്ടാമത്, മോശയുടെ പേര് ദൈവത്തിന് അറിയാമായിരുന്നു. മുഹമ്മദിന്റെ പേര് അള്ളാഹുവിന് അറിയത്തില്ലായിരുന്നു വാസ്തവത്തിൽ. ഇതിലെയോ അറിയാമായിരുന്നു. മൂന്നാമത്തത്, ദൈവം ആരെന്ന് പരിചയപ്പെടുത്തുന്നു. മോശ ചോദിച്ച ആരാണ് എന്ന്. അപ്പം മോശയോട് മുഖാമുഖമായിട്ട് ദൈവം സംസാരിക്കുക. ബൈബിൾ അതാ പറയുന്നത്, പരിചയപ്പെടുത്തുക. നാലാമതായിട്ട് ആഗമന ലക്ഷ്യം വെളിപ്പെടുത്തുക. എന്തിനാണ് മോശയെ വിളിച്ചത്? എന്തിനാണ് യഹോവയായ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത്? അതിൻ്റെ ആവശ്യകത എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തുക. അഞ്ചാമതായിട്ട് ദൈവം നേരിട്ടാണ് സംസാരിക്കുന്നത്. അള്ളാഹു മുഹമ്മദിനോട് എന്ത് ചെയ്തില്ല? നേരിട്ട് സംസാരിച്ചില്ല. മുഹമ്മദ് പേടിച്ചോടി എന്നാണ് വായിക്കുന്നത്. മോശ പേടിച്ചോടിയോ? ഇല്ല. മോശയെ ഞെക്കി വേദനിപ്പിച്ചോ? ഇല്ല. ഇങ്ങനെയൊന്നും തന്നെ നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കുന്നില്ല. വാസ്തവത്തിൽ എന്താണ്, ആരാണ് മുഹമ്മദിനെ
ഹീറാ ഗുഹയിൽ പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കണം. മോശക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവമല്ല മുഹമ്മദിന് ഹീറാ ഗുഹയിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു ധാരണ നമുക്കവിടെ കാണാനൊക്കെ ആയിട്ട് സാധിക്കുക. ദൂതൻ പ്രത്യക്ഷപ്പെട്ടതയോടെ ഒരു മാനസിക രോഗലക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്തു? മുഹമ്മദ് കാണിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി എന്നുള്ളതാണ്. പല രോഗലക്ഷണങ്ങളും മനസ്സിലായോ? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് ഭയമൊക്കെ മാറി മുഹമ്മദ് പുറത്തിറങ്ങി. ജാബിർ ഇങ്ങനെ സംസാരിക്കുക. മുഹമ്മദ് നടന്നിങ്ങനെ പോകുമ്പോൾ ആകാശത്തു നിന്ന് ഒരു ശബ്ദം കേട്ടു. മേലോട്ട് നോക്കിയപ്പോൾ ഹീറാ ഗുഹയിൽ തൻ്റെ അടുക്കൽ വന്ന മലക്ക് ആകാശഭൂമികൾക്കിടയിൽ ഒരു കസേരയിൽ അതാ നടക്കുന്നു. എനിക്ക് ഭയം തോന്നി. ഞാൻ വീട്ടിലോട്ട് മടങ്ങി. എനിക്ക് പുതച്ചു തരിക എന്ന് ഞാൻ പറഞ്ഞു. ഒരു മാനസിക വിഭ്രാന്തിയാണ് ഉണ്ടായതെന്നാണ് ചില ഗ്രന്ഥകാരന്മാർ പറയുന്നു. ഷിസോഫ്രീനിയ എന്ന് പറഞ്ഞ ഒരു മാനസിക രോഗലക്ഷണം ഈ ഹീറാ ഗുഹയിൽ വന്ന ഈ ശക്തി പ്രത്യക്ഷപ്പെട്ടതോടുകൂടെ മുഹമ്മദിനെ ഒരു മാനസിക വിഭ്രാന്തി അവനെ തുടങ്ങിയെന്നാണ് വായിക്കുന്നത്. ഈ മാനസിക വിഭ്രാന്തി നമ്മൾ ഹദീസ് വായിക്കുമ്പോൾ ഒരു രാത്രി മുഹമ്മദ് എന്ത് ചെയ്തു? പെട്ടെന്ന് ഉണർന്നു. എന്നിട്ട് അരുളി, സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാണ് കുഴപ്പങ്ങളാണ് ഈ രാത്രി ഇറക്കപ്പെട്ടിരിക്കുന്നത്. മുറികളിൽ ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളെ നിങ്ങൾ വേഗം ഉണർന്നുകൊള്ളുക. ഈ ലോകത്ത് വസ്ത്രം ധരിച്ച് നടക്കുന്ന എത്ര സ്ത്രീകളാണ് പരലോകത്ത് നഗ്നരായിരിക്കാനായിട്ട് പോകുന്നത്. മുഹമ്മദ് ഇങ്ങനെ തോന്നുകയാണ്. ഈ ഭൂമിയിലൊക്കെ തുണി തൂകൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങളൊക്കെ പരലോകത്ത് ചെല്ലുമ്പോൾ തുണിയില്ലാതെ നടക്കുന്നതായിട്ട് കാണുക. ചെരുപ്പിട്ട് നിസ്കരിക്കുക. മനസ്സിലായോ? ബുഖാരി 8:246, കുട്ടിയെടുത്ത് നിസ്കരിക്കുക 8:307, ഉദുവെടുക്കാതെ നിസ്കരിക്കുക 9:311, പിശാച് മൂക്കിലാണ് രാത്രി ചെലവഴിക്കുന്നത് എന്ന് പറയുക. സൂറ 59:1352. അതുപോലെ നരകത്തിൽ കൂടുതൽ സ്ത്രീകളാണെന്ന് തോന്നുക. ആർത്തവ ഘട്ടത്തിൽ ഭാര്യയുടെ മടിയിൽ കിടന്ന് ഖുർആൻ ഓതുക. യേശു ദൈവമില്ലെന്ന് തോന്നി. യേശു ക്രൂശിക്കപ്പെട്ടില്ലെന്ന് തോന്നി. തൃത്വം, യേശു, മേരി, മറിയം, യേശു, മേരി, ദൈവം എന്നിങ്ങനെയൊക്കെ പല തോന്നലുകളും ഹീറാ ഗുഹയിൽ പോയതോടുകൂടെ മുഹമ്മദിന് ഇങ്ങനെ തോന്നുകയാണ്. ഒരു വല്ലാത്തൊരവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ മുഹമ്മദിന് പ്രത്യക്ഷപ്പെട്ടത് വാസ്തവത്തിൽ ആരാണ്? ദൈവദൂതനാണോ? പിശാചിൻ്റെ ദൂതനാണോ? അതോ മുഹമ്മദിന് ഇങ്ങനെ തോന്നുകയായിരുന്നോ? ഈ ഭയത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്? മുഹമ്മദ് വാസ്തവത്തിൽ ഒരു മാനസിക രോഗിയായി മാറിയോ എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതായ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സത്യം തിരിച്ചറിയുവാൻ നമുക്ക് അവസരം ലഭിക്കണം. തുറന്ന മനസ്സോടെ പഠിക്കുവാൻ മുസ്ലിം സഹോദരങ്ങൾ ഈ ഗ്രന്ഥങ്ങളൊക്കെ തുറന്ന മനസ്സോടെ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. മനസ്സിലായോ? തുറന്ന മനസ്സോടെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. തുറന്ന മനസ്സോടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? സത്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥ വഴി തുറന്നു കിട്ടും. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവത്തോട്. യഥാർത്ഥ സത്യം എന്താണെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ദൈവമേ. അള്ളാഹുവേ എന്നല്ല, ദൈവമേ എന്ന് വിളിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. സൃഷ്ടാവായ ദൈവമേ എന്ന് വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. മുഹമ്മദ് ഒരു പ്രവാചകനാണോ? എങ്കിൽ ആരാണ് മുഹമ്മദിനെ പ്രവാചകനാക്കിയത് എന്ന് എനിക്ക് യഥാർത്ഥമായി വെളിപ്പെട്ട് കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുക. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അതിനായി അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ വെളിച്ചം നിങ്ങളെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പാൻ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചാൽ ദൈവം നിങ്ങൾക്ക് സത്യം വെളിപ്പെടുത്തി തരും. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.